നേപ്പാൾ അതിർത്തിയിൽ ഉണ്ടായ അതിദാരുണമായ പ്രളയത്തിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തി അന്താരാഷ്ട്ര ഹിമാലയൻ സമിതി പരിശോധനാ റിപ്പോർട്ട് പുറത്തുവന്നു. തുടക്കത്തിൽ ശക്തമായ ഭൂകമ്പമാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന് കരുതിയെങ്കിലും അതിതീവ്രമായ ഹിമപാത വീഴ്ചയാണ് ഇത്തരത്തിൽ നാശത്തിന് തുടക്കമിട്ടതെന്ന് സയന്റിഫിക് ഡേറ്റ വ്യക്തമാക്കുന്നുണ്ട്. ടിബറ്റൻ അതിർത്തിയിലെ ഉയർന്ന മലനിരകളിൽ നിന്ന് കൂറ്റൻ ഹിമപാളി തകർന്ന് ലെന്തേഖോല നദിയിലേക്ക് പതിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് ടൺ തൂക്കമുള്ള മഞ്ഞും കൂറ്റൻ പാറക്കെട്ടുകളും ഇടിഞ്ഞു വീണ് നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുകയും ഭീകരമായ ഒരു താൽക്കാലിക സ്വാഭാവിക തടയണ രൂപപ്പെടുകയും ചെയ്തു. തുടർന്ന് ഇതിന് പിന്നിൽ വലിയ തോതിൽ ജലം കെട്ടിനിന്നു. സമ്മർദ്ദം താങ്ങാനാവാതെ മിനിറ്റുകൾക്കുള്ളിൽ ഈ തടയണ തകർന്നതോടെയാണ് അണക്കെട്ട് പൊട്ടിയതിന് സമാനമായ അവസ്ഥ രൂപപ്പെട്ടത്. മിനിറ്റിൽ 9 മീറ്റർ വരെ ജലനിരപ്പ് ഉയർന്നാണ് ഭോട്ടെക്കോസി, തൃശൂലി നദികളിലേക്ക് പ്രളയം ഇരച്ചുകയറിയത്. ഭൗമശാസ്ത്ര കേന്ദ്രങ്ങളിലെ സീസ്മോഗ്രാഫിക് ഭൂകമ്പത്തിന് സമാനമായ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ കാരണം ഈ മലയിടിച്ചിലിന്റെ ആഘാതമായിരുന്നു. എന്നാൽ ഭീതി ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ലെന്നാണ് ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ്. നദിയുടെ മുകൾത്തട്ടിൽ ഇനിയും കൂറ്റൻ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. ഇവ വീണ്ടും ഒഴുക്ക് തടസ്സപ്പെടുത്തിയാൽ രണ്ടാമതൊരു മിന്നൽ പ്രളയം കൂടി ഉണ്ടാവാൻ സാധ്യതയേറെയാണ്. ഇതേ തുടർന്ന് നദീതീരങ്ങളിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളോട് പൂർണ്ണമായും ഒഴിഞ്ഞ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന ഹിമാലയൻ തടാകങ്ങളിലെ ജലനിരപ്പ് ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയാണ്. പല തടാകങ്ങളും കരകവിയുന്ന നിലയിലാണ്. പെട്ടെന്നുണ്ടായ ഈ ഉരുൾപൊട്ടൽ മേഖലയിലെ സസ്യജാലങ്ങൾക്കും ജൈവ വൈവിധ്യത്തിനും നികത്താനാകാത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപൂർവ ഇനം ജീവികളുടെ ആവാസ വ്യവസ്ഥ തകർന്നു. ഹിമാലയത്തിലെ ദുർബലമായ പാറക്കെട്ടുകൾ ഇനിയും ഇടിയാൻ സാധ്യതയുണ്ടെന്നാണ് ഭൗമശാസ്ത്രജ്ഞർ പറയുന്നത്. മഴ തുടരുന്നത് ഈ ഭീഷണി വർദ്ധിപ്പിക്കുന്നുണ്ട്. നദിയിൽ അടിഞ്ഞുകൂടിയ ചെളിയുടെ അളവ് മുൻപെങ്ങുമില്ലാത്ത വിധം ഉയർന്നതാണ് പ്രളയത്തിന്റെ ആഘാതം കൂട്ടിയത്. ജലത്തിന്റെ ഒഴുക്കിന് ഭാരം കൂടിയത് കെട്ടിടങ്ങൾ എളുപ്പത്തിൽ തകരാൻ കാരണമായി. അന്താരാഷ്ട്ര ഗവേഷകരുടെ ഒരു സംഘം ദുരന്തത്തിന്റെ കൃത്യമായ ആഘാതം പഠിക്കാൻ കാഠ്മണ്ഡുവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ സാറ്റലൈറ്റ് വിവരങ്ങൾ വിശകലനം ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനം കാരണം പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇത്തരമൊരു ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് പഠനം അടിവരയിടുന്നു. ആഗോളതലത്തിൽ തന്നെ ഇതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. ഹിമാലയൻ രാജ്യങ്ങൾ സംയുക്തമായി മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനങ്ങൾ വികസിപ്പിക്കണമെന്ന് വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. ഇത് ജീവഹാനി കുറയ്ക്കാൻ സഹായിക്കും.